നാടകീയ രംഗങ്ങളാണ് ഏഷ്യ കപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുബായിൽ ഇന്ന് പാകിസ്ഥാനും UAEയും തമ്മിലുള്ള മത്സരം നടക്കേണ്ടതായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ താരങ്ങൾ ഇതുവരെ കളിക്കുവാനായിട്ട് മൈതാനത്ത് എത്തിയിട്ടില്ല. ടോസ് ഇടുന്നതിന് വേണ്ടി 30 മിനിറ്റ് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. മാച്ച് റഫറിയായ ആൻഡി പൈക്കോഫ്റ്റിനെ മാറ്റണം എന്നുള്ള ആവശ്യം പാകിസ്ഥാൻ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ ഈ ആവശ്യത്തിന് ICC വഴങ്ങിയിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയുമായുള്ള മത്സരത്തിൽ ഇന്ത്യൻ ടീം ഷെയ്ഖ് ഹാൻഡിന് തയ്യാറാകാതിരുന്നത് ആൻഡി പൈക്കോഫ്റ്റിന്റെ നിർദ്ദേശം കൂടി ഉള്ളത് കൊണ്ടായിരുന്നു എന്നായിരുന്നു പാകിസ്ഥാന്റെ പരാതി. ഇതേ തുടർന്ന് പാകിസ്ഥാൻ ICCക്ക് 2 തവണ പരാതി കൊടുത്തതാണ്. പക്ഷേ ICC പാകിസ്ഥാന് മുന്നിൽ വഴങ്ങിയിട്ടില്ല. അതിനാൽ തന്നെ സമ്മർദ്ദ തന്ത്രം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. പാകിസ്ഥാൻ ഇതുവരെ UAEയുമായുള്ള മത്സരത്തിന് വേണ്ടി കളത്തിലിറങ്ങിയിട്ടില്ല. മൈതാനത്തേക്ക് ഇന്ത്യൻ സമയം 7 മണിയോടുകൂടി എത്തേണ്ടതായിരുന്നു കളിക്കാർ. UAE ടീം മൈതാനത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ടോസിന് അരമണിക്കൂർ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഇതുവരെ പാകിസ്ഥാൻ ടീം ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അതിനാൽ തന്നെ മത്സരം അനിശ്ചിതത്വത്തിലാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുകയാണ്. എൽദോ, ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. 1 മണിക്കൂർ സമയത്തേക്ക് കളി മാറ്റിവെച്ചു എന്നുള്ള വാർത്തകൾ പോലും വരുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്നത്? പാകിസ്ഥാൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ ഏഷ്യ കപ്പിൽ UAEയുമായുള്ള മത്സരത്തിൽ ഞങ്ങളില്ല എന്ന്? മഞ്ജുഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വരുന്നത് മാച്ച് ഹാസ് ബീൻ ഡിലേഡ് ബൈ ആൻ അവർ ഫോർ നൗ എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. മാച്ച് ഹാസ് ബീൻ ഡിലേഡ് ബൈ ആൻ അവർ ഫോർ നൗ, അതായത് ടീം പുറപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഒരു ഔദ്യോഗിക പിന്മാറ്റ പ്രഖ്യാപനം ഉണ്ടാവുന്നില്ല. ദ മാച്ച് ഹാസ് ബീൻ ഡിലേഡ് ബൈ ആൻ അവർ ഫോർ നൗ എന്നുള്ള ഒരു പ്രഖ്യാപനം വരുന്നു. വളരെ വ്യക്തമാണ്, അവിടെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്, ചർച്ചകൾ നടക്കുകയാണ്. റമീസ് രാജ, നജം സേത്തി, ഒപ്പം പാകിസ്ഥാൻ PCBയുടെ സ്പോർട്സ് പേഴ്സൺ അമീറാണ് ഇത് പറയുന്നത്. മോസിൻ നഖ്വി, PCBയുടെ അധ്യക്ഷൻ, മുൻ അധ്യക്ഷനായിട്ടുള്ള റമീസ് രാജ, ഒപ്പം നജീം സേത്തി എന്നിവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. കാരണം സ്വാഭാവികമായും നിർണായകമായിട്ടുള്ള തീരുമാനമാണ് പാകിസ്ഥാൻ അത്തരത്തിലൊരു പിന്മാറുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ എത്തിയാൽ പാകിസ്ഥാന് നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ അത് വലുതാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം പാകിസ്ഥാൻ അതിൻ്റെ ഒരു വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിൽ പാകിസ്ഥാൻ മീഡിയയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡോട് ചേർന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നത് പാകിസ്ഥാൻ ഇതിൽ നിന്ന് പിന്മാറാനുള്ള ആലോചനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും അതിലൊരു പ്രഖ്യാപനം വരുന്നില്ല? മത്സരം തുടങ്ങാൻ 1 മണിക്കൂർ, കൃത്യം 1 മണിക്കൂറാണ് ഇനി അവശേഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും പാകിസ്ഥാന്റെ ഒരു പ്രഖ്യാപനം വരാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരുപക്ഷെ അവസാന മിനിറ്റുകളിലെ, അവസാന സമയത്തെ ഒരു സമ്മർദ്ദ തന്ത്രമായി തന്നെ ഇതിനെ കണക്കാക്കാൻ കഴിയുമെന്നാണ് കരുതേണ്ടത്. നമുക്ക് കാത്തിരിക്കാൻ. നാടകീയ രംഗങ്ങളാണ് ഏഷ്യ കപ്പിൽ നടക്കുന്നത്. അങ്ങേയറ്റം അനിശ്ചിതത്വമാണ് ഏഷ്യ കപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ, പാകിസ്ഥാന്റെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പൂർണ്ണമായി നിരാകരിച്ചതോടുകൂടി പാകിസ്ഥാന് ഒരു തരത്തിലും ഇതിൽ ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് ICCയുടെ ഭാഗത്തുണ്ടാകാത്ത സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇത്തരം കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്നറിയേണ്ടത്. പക്ഷേ അത് മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, ആരാണ് ഇങ്ങനെ മത്സരം അല്പം വൈകിയാണെങ്കിലും നടക്കും എന്ന രീതിയിൽ ഡിലേഡ് ഫോർ ആൻ അവർ അങ്ങനെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത് ആരാണ് എന്ന കാര്യം കൂടി ഉണ്ടല്ലോ. ഇതിപ്പോൾ ഒരു ടീം കളത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്നില്ല എന്ന് വെച്ച് മത്സരം 1 മണിക്കൂർ മാറ്റിവെക്കുക, അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ വാക്കുകൾ പറഞ്ഞത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ സ്പോക്സ് പേഴ്സൺ ആണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ സ്പോക്സ് പേഴ്സൺ അമീർ മിറാണ് ഇത്തരത്തിൽ ഒരു ദ മാച്ച് ഹാസ് ബീൻ ഡിലേഡ് ബൈ ആൻ അവർ ഫോർ നൗ എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ട്, ആരാണ് ഇതിന് ഓക്കെ കൊടുക്കുക എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അത് ഒരു തരത്തിലും രാജ്യാന്തര ക്രിക്കറ്റിൽ നമ്മൾക്ക് കണ്ടു പരിചയമില്ലാത്ത സാഹചര്യമാണ്. ഇതുവരെയും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇത്രമാത്രം അനിശ്ചിതത്വം ഒരു മത്സരത്തിന് തൊട്ടു മുമ്പ് വരിക. അതേ തുടർന്ന് ഒരു ടീമിന്റെ ഔദ്യോഗിക വക്താവ് തന്നെ പറയുന്നു മത്സരം 1 മണിക്കൂർ വൈകിക്കുന്നു എന്നുള്ളതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇതുവരെയും പറയാൻ കഴിയുന്നില്ല. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ മോസിൻ നഖ്വി. അദ്ദേഹം ഇപ്പോഴും അവിടെ മീറ്റിംഗിലാണ്. എന്ത് തീരുമാനമെടുക്കുന്നതിൽ ഒരു വ്യക്തത ഇല്ലാത്ത തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ശരി എൽദോ, എന്തായാലും കൂടുതൽ വിവരങ്ങൾക്ക് പിന്നീട് എൽദോയിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഏഷ്യ കപ്പിൽ പാകിസ്ഥാനും UAEയുമായുള്ള മത്സരം അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ടീം കളിക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. ഇതുവരെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ പാകിസ്ഥാൻ ടീം തയ്യാറായിട്ടില്ല. അതിനൊരു കാരണം ആൻഡി പൈക്കോഫ് എന്ന മാച്ച് റഫറിയെ ഈ മത്സരത്തിൽ ഉൾപ്പെടുത്തരുത് എന്നായിരുന്നു പാകിസ്ഥാന്റെ ആവശ്യം. കാരണം ഇന്ത്യയുമായുള്ള മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങൾ ഹസ്തദാനത്തിന് മടിച്ചത് ആൻഡി പൈക്കോഫിന്റെ നിർദ്ദേശം കൂടി ഉള്ളതിനാലായിരുന്നുവെന്നും സൽമാൻ ആഗ എന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനോട് ഈ മത്സരത്തിൽ ഹസ്തദാനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് ആൻഡി പൈക്കോഫ്റ്റ് ആണ് എന്നുമാണ് പാകിസ്ഥാന്റെ ആരോപണം. ഇതേ തുടർന്ന്
അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് പാകിസ്ഥാൻ പരാതി നൽകിയിരുന്നു. ആദ്യ പരാതി ICC തള്ളിയിരുന്നു. അതിനുശേഷം വീണ്ടും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പരാതി നൽകി. അതും ICC തള്ളിയിരിക്കുകയാണ്. ആൻഡി പൈക്രോഫ്റ്റ് എന്ന സിംബാബ്വെ താരം തന്റെ മാച്ച് റഫറിയായിട്ട് ഈ മത്സരത്തിൽ തുടരും എന്നാണ് ICCയുടെ അറിയിപ്പ്. അതിനിടെ ചില ഒത്തുതീർപ്പ് നിർദ്ദേശവുമായി UAE ക്രിക്കറ്റ് ബോർഡും രംഗത്തെത്തിയിരുന്നു. ഈ മത്സരത്തിൽ നിന്ന് ആൻഡി പൈക്രോഫ്റ്റിനെ മാറ്റി റിച്ചി റിച്ചാർഡ്സനെ മാച്ച് റഫറി ആക്കാം എന്നുള്ള ഒരു ഒത്തുതീർപ്പ് നിർദ്ദേശം വന്നിരുന്നു. പക്ഷേ ആൻഡി പൈക്രോഫ്റ്റ് ഈ പാനലിൽ തുടരും, മാച്ച് റഫറിമാരുടെ പാനലിൽ തുടരും എന്നുള്ള നിർദ്ദേശമായിരുന്നു. പക്ഷേ അത് ICC അംഗീകരിച്ചിട്ടില്ല. അതിനാൽ തന്നെയാണ് പാകിസ്ഥാൻ ടീം മത്സരിക്കാൻ ഇതുവരെ വിസമ്മതിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ സമ്മർദ്ദമാണ് പാകിസ്ഥാന്റെ എന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനായ മൊഹ്സീൻ നഖ്വി, അദ്ദേഹം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലവൻ കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ മുൻ ചെയർമാൻമാരും മുൻ താരങ്ങളുമായ റമീസ് രാജ, നജാം സേത്തി എന്നിവരുമായിട്ടാണ്. ഈ ചർച്ച പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിലെ ആഭ്യന്തരമായ ഒരു ചർച്ച മാത്രമാണ്. മറ്റൊരു ചർച്ചയും ഇക്കാര്യത്തിൽ നടക്കുന്നില്ല. അതുമാത്രമല്ല, ഒരു ടീം കളിക്കാൻ വിസമ്മതിച്ച് കളി തുടങ്ങുവാൻ ഇനി അരമണിക്കൂർ ടോസിന് മാത്രം സമയമുള്ളപ്പോൾ ഹോട്ടലിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ അത് ICC നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാകിസ്ഥാന്റെ സമ്മർദ്ദത്തിന് ICC ഇതുവരെ വഴങ്ങിയിട്ടില്ല എന്ന കാര്യവും വ്യക്തമാണ്. അങ്ങനെയാവുകയാണെങ്കിൽ ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ പുറത്ത് എന്നുള്ള കാര്യം വരികയാണ്. കാരണം പാകിസ്ഥാന് ഒരു മത്സരത്തിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒമാനെതിരായ മത്സരത്തിൽ നിന്ന് UAEയുമായുള്ള മത്സരത്തിൽ കളിക്കാതിരുന്നാൽ പാകിസ്ഥാൻ ആ പോയിന്റ് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഒമാനെതിരെ വിജയം നേടിയ UAE സൂപ്പർ 4ലേക്ക് കടക്കുകയാണ് ഇന്ത്യയോടൊപ്പം ഇതേ ഗ്രൂപ്പിൽ നിന്ന്. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ ഏഷ്യ കപ്പിൽ നിന്ന് പുറത്താകും. പാകിസ്ഥാൻ UAEയുമായിട്ട് ഇതുവരെ കളിക്കാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷേ അതേ സമയത്ത് ചില ചർച്ചകൾ തുടരുകയാണ്. ഇനി മത്സരം തുടങ്ങുവാൻ 55 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യൻ സമയം 8 മണിക്കാണ് മത്സരം തുടങ്ങേണ്ടത്. ഇന്ത്യൻ സമയം 7:30 മണിയോടുകൂടി ടോസ് ഇടേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഹോട്ടലിൽ തുടരുകയാണ് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഈ വാർത്തയിലേക്ക് വരാം. കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഈ വാർത്തയിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഏഷ്യ കപ്പിൽ അനിശ്ചിതത്വം തുടരുകയാണ്.